പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രവർത്തിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, നിൻ ഗേഹമിത്ര മോഹനം, നിൻഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമിത്ര മോഹനം. കണ്ണുകൾ നിന്റെ ശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിന്റെ ശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ
ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിനും വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിനുമേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവൻ അവനെ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച് അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്.
നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം അപ്പസ്തോലന്മാരെ ഈശോനാഥൻ അയക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്ന വചനം എങ്ങനെയാ? അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. 12 ശിഷ്യന്മാരെ ഈശോനാഥൻ അയക്കുന്ന രംഗമാണിത്. ഇനി എന്താണ് ജീവിതത്തിൽ ഈ പോകുന്ന വഴികളിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പ് ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. സ്വീകരിക്കാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് ഇറങ്ങിപ്പോരുവിൻ എന്നാണ് ഈ സുവിശേഷം നമുക്ക് തരുന്നത്. ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സഭാമാതാവ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകണം എന്ന് തന്നെയാണ്. അപ്പസ്തോലന്മാരെ ഈശോനാഥൻ അയച്ചതുപോലെ ഇന്ന് സഭ നമ്മളെ ഓരോരുത്തരെയും ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാവുക. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്തസ്സ് നമ്മൾ കാത്തു സൂക്ഷിക്കുക. പലപ്പോഴും ക്രിസ്ത്യാനിയാണെന്ന പേര് മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ നമ്മൾ സന്നദ്ധരല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക, നമ്മളും അപ്പസ്തോലന്മാരുടെ ആ കർമ്മം അനുഷ്ഠിക്കാൻ കടപ്പെട്ടവരാണ്. ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ കടമയുള്ളവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തിലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് നമ്മളൊക്കെ ആ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് പറയാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നീ പോകുമ്പോൾ, നീ എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകുമ്പോൾ നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക, യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ സഞ്ചിയോ ഒന്നും കരുതണ്ട. നിനക്കുള്ളതൊക്കെ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നുകൊള്ളാം എന്നാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. താമസിക്കാൻ പോണ സ്ഥലത്തെക്കുറിച്ചോ, സ്വീകരിക്കാത്ത മനുഷ്യരെക്കുറിച്ചോ, വഴിയെക്കുറിച്ചോ, യാത്രയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഞാൻ നിന്നെ കാത്തുകൊള്ളാം എന്ന് പറയുന്ന ആ കർത്താവിൽ ആശ്രയിക്കാനാണ് ഈ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുക. എനിക്ക് കഴിഞ്ഞ ദിവസേ തിരുവനന്തപുരത്തായിരുന്നു ധ്യാനം. ഒരു ഐക്യ കൺവെൻഷനായിരുന്നു. കുറച്ച് പള്ളികൾ ഒന്നിച്ചുകൂടി ഒരു ഫൊറോന തലത്തിൽ, നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അങ്ങനെയാണ്, ഒരു ഫൊറോന തലത്തിലായിരുന്നു ഒരു കൺവെൻഷൻ. അപ്പോൾ 9 പള്ളികളുണ്ട്. 9 പള്ളികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കൺവെൻഷനായിരുന്നു. കുറച്ച് ദിവസം, 4-5 ദിവസം ആ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ സാധാരണ തിരുവനന്തപുരത്ത് പോകുക ട്രെയിനാണ്. അപ്പോൾ ട്രെയിന് തിരിച്ചു വരും. ശബരി എക്സ്പ്രസ്സിന് പോയി, ഗുരുവായൂർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഏകദേശം ഒരു 1 മണി, 12:30-1 മണിക്കിടയിലാണ് അവിടുന്ന് എറണാകുളത്തേക്ക് പോരുക. ഞാൻ അങ്ങനെയാണ് സാധാരണ വരാറ്. പക്ഷേ ഈ മഴയുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ട്രെയിനുകൾ റദ്ദ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ലേറ്റായി പോകും.
അങ്ങോട്ട് പോകുന്നത് കുഴപ്പമില്ല. ശബരി എക്സ്പ്രസ്സിന് പോയാൽ അവിടെ കൃത്യസമയത്ത് എത്തിച്ചേരുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം മഴയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് ഈ ആഴ്ചയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ചു വരവും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് 1 മണിക്ക് കയറിയാൽ ഇവിടെ എനിക്ക് എറണാകുളത്ത് ചിലപ്പോൾ 5:15 അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 5:45 ആകുമ്പോഴേ എത്തുള്ളൂ. അത് ലേറ്റായാൽ എനിക്ക് രാവിലെ കുർബാനയ്ക്ക് വരാൻ മുടങ്ങിപ്പോവും, എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു എന്നാൽ കാറിന് പോകാം. കാറിന് പോയി തിരുവനന്തപുരത്ത് ധ്യാനം കഴിഞ്ഞ് ഇന്നലെ 10:30 ആയപ്പോഴാണ് ഞാൻ കാറിൽ കയറുന്നത്. 10:30 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു. ഞാനിവിടെ എത്തുമ്പോൾ ഒരു ഏകദേശം 2:30 2:45 മണിയായി. ഇന്ന് അതിരാവിലെയാണ് ഞാൻ എത്തിയത്. 2:45 3 മണിക്കുള്ളിലാണ് ഞാൻ എത്തിയത്. പോകുന്ന വഴിയിൽ ഞാൻ ഈ മഴയുടെ മഴയുടെ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് വണ്ടി അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചു കയറുമ്പോൾ പെട്രോൾ അടിക്കാം. ഞാൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കുന്നത് എൻ്റെ പെട്രോൾ തീർന്നുകൊണ്ടിരിക്കുക, എന്ന് വെച്ചാൽ വണ്ടിയുടെ പെട്രോൾ തീർന്നുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ എടുത്ത റൂട്ട് എന്ന് പറയുന്നത് ശരിക്കും നാഷണൽ ഹൈവേ അല്ലേ എടുത്തത്. കാരണം മഴയുടെ ബുദ്ധിമുട്ട് ആലപ്പുഴയിലും കൊല്ലത്തൊക്കെ പണി നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം അവിടെയൊക്കെ വെള്ളം കെട്ടുന്നൊരു സ്ഥലമായതുകൊണ്ടും റോഡ് പണി നടക്കുന്നത് കൊണ്ടും വഴി വളരെ മോശമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ വഴി പോകണ്ട. ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴി നെടുമങ്ങാട് കയറി വെമ്പയം കയറി അങ്ങനെ തിരുവല്ല വന്ന് അടൂർ പന്തളം തിരുവല്ല ചങ്ങനാശ്ശേരി അങ്ങനെയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ആ റൂട്ടായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ റൂട്ട് എടുത്തപ്പോഴാണ് വിചാരിച്ചത് നല്ല മഴ, രാത്രിയാണ് ഗംഭീര മഴ. 10:30 മഴ വണ്ടി കയറിയേ. അവിടെ നിന്ന് കയറിയപ്പോഴും ശ്രദ്ധിച്ച് എൻ്റെ വണ്ടിയുടെ പെട്രോള് തീർന്നുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ വണ്ടി എങ്ങാനും പെട്രോള് തീർന്ന് റോഡിൽ പെട്ടുപോയാൽ രാത്രിയാണ്, 12 മണിയാണ്, ഒരാളും വണ്ടി നിർത്തില്ല രാത്രി ആയതുകൊണ്ട്. ഞാനൊരു അപരിചിതൻ, എനിക്കറിയാത്തൊരു നാട്, ഒരു പെട്രോൾ പമ്പ് കാണാനില്ല. കാരണം മഴയായതുകൊണ്ടും ആൾക്കാരധികം പോകാത്തത് കൊണ്ടും ആ റൂട്ടിലധികം വണ്ടികൾ ഓടാത്തത് കൊണ്ടും പെട്രോൾ പമ്പുകളൊന്നും വളരെ കുറവാണ്. ഞാനാണെങ്കിൽ കാട്ടാക്കടയിൽ നിന്ന് കയറി പെട്രോൾ പമ്പ് മുഴുവൻ നോക്കി, ഒരു പെട്രോൾ പമ്പും ഇല്ല. ഉള്ള പെട്രോൾ പമ്പാണെങ്കിൽ അടച്ചിട്ടിരിക്കുന്നു. അവിടെ നിന്ന് നെടുമങ്ങാട് വന്നിട്ടും പെട്രോൾ പമ്പൊന്നുമില്ല. എനിക്ക് ആകെ ടെൻഷൻ. ഞാനൊരു HP പമ്പ് കണ്ടു, അവിടെ ഒരാളിരിക്കുന്നുണ്ടപ്പോൾ ചേട്ടാ പെട്രോൾ ഉണ്ടോ, അടിക്കോ? സാറേ ഇത് ക്ലോസ് ചെയ്തു, ഇനി തുറക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അവസാനം എൻ്റെ വണ്ടിയിലെ പെട്രോൾ ഇങ്ങനെ അവസാനത്തെ ഒരു കട്ടയായി. അവസാനത്ത് നമുക്കറിയാം ഈ പെട്രോൾ ഏറ്റവും അവസാനം കാണിക്കുന്നത് മിന്നി കാണിച്ചാലും കുറച്ച് ദൂരം കൂടി ഓടും, ഏകദേശം കുറച്ച് ദൂരം കൂടി ഓടും. ഈ പെട്രോൾ മിന്നാൻ തുടങ്ങി. ഞാൻ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി എൻ്റെ കാറിലിരുന്ന്. കർത്താവേ, നിനക്ക് വേണ്ടി പോയതാ, നീ ഇങ്ങനൊരു അവസ്ഥ വരുത്തരുത്. കാരണം പെട്ടുപോയാൽ എൻ്റെ രാവിലത്തെ കുർബാന മുടങ്ങും, എനിക്ക് എല്ലാ കാര്യങ്ങളും മുടങ്ങും. രാത്രിയാണ്, എവിടെ പോയി സഹായം ചോദിക്കും, ഒരു വീട് തുറക്കത്തില്ല, ഗംഭീര മഴ, ഞാൻ ആരോട് സഹായം ചോദിക്കും? എനിക്കറിയാത്തൊരു നാട്, അധികം വണ്ടികൾ ഓടുന്നില്ല, കാറുകളാണെങ്കിൽ അധികം, അത് വെച്ചാൽ വണ്ടികളൊന്നും പോകുന്നില്ല, കടകളാണെങ്കിൽ അധികം ഇല്ല. ഞാൻ വല്ലാതെ ടെൻഷൻ അടിക്കുക. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ജപമാല ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വാസ പ്രമാണം ചെല്ലുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു പെട്രോൾ പമ്പ് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നെടുമങ്ങാട് കഴിഞ്ഞ് വെമ്പയം ചെല്ലുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കാണാം. സത്യം പറയാലോ, എൻ്റെ കട്ട ഈ മിന്നുന്ന കട്ട, ഈ പെട്രോൾ കാണിക്കുന്ന കാറിലെ അവസാനത്തെ മിന്നി അത് മിന്നി തുടങ്ങിയിട്ട് കുറേ നേരമായി. തീരാറായി എന്ന് എനിക്ക് ഉറപ്പായി, എനിക്ക് ഏകദേശം മനസ്സിലായി തീരാറായി. അപ്പോഴാണ് ഒരു പെട്രോൾ പമ്പ് ഞാൻ കാണുന്നത്. നേരെ കയറ്റി പെട്രോൾ അടിച്ചു. ഞാൻ സത്യം പറഞ്ഞ ആ പെട്രോൾ പമ്പിലിരുന്ന് ഇന്നലെ രാത്രി കർത്താവിനോട് നന്ദി പറയായിരുന്നു. ദൈവമേ, നിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്, നിൻ്റെ കൃപ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് തോന്നും വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. രാത്രി ഗംഭീര മഴ, 12 മണി സമയം, ഒരാളും വണ്ടി നിർത്താത്തൊരു നേരം. ആ നേരത്ത് പോലും കർത്താവ് എനിക്ക് വേണ്ടി ആ പെട്രോൾ പമ്പ് ഒരുക്കി വെച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആൾക്കാർ വരാത്തതുകൊണ്ട് പെട്രോൾ പമ്പ് ക്ലോസ് ചെയ്ത് മഴയുടെ കാരണം പറഞ്ഞ് അവർക്ക് പോകാം. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചു. എനിക്കെന്താ നിങ്ങളോട് പറയാമെന്നുള്ളതറിയോ? കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ വചനപ്രഘോഷണത്തിന് വേണ്ടി പോയതാ, ധ്യാനിപ്പിക്കാൻ പോയതാ. എൻ്റെ വഴികൾ മുഴുവൻ അവൻ നോക്കിയിട്ടുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്താതെ കൃത്യസമയത്ത് അവൻ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വിഷമങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ഓർത്തുകൊള്ളണം, എൻ്റെ പിന്നിൽ നിൽക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, എൻ്റെ മുകളിൽ നിൽക്കുന്നത് എൻ്റെ ദൈവമാണ്.
ആ ദൈവമുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അവൻ എന്നെ നോക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നിമിഷങ്ങളിൽ ഇതുപോലെ ദൈവം ഇടപെട്ട നിമിഷങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ടെൻഷൻ, ഞാൻ കാറിൽ നിന്ന് ശരിക്കും പറഞ്ഞ ടെൻഷൻ അടിക്കായിരുന്നു. കർത്താവേ, നിന്നു പോയാൽ രാത്രിയാണ്, ഒരു സഹായമില്ല. പക്ഷേ അവിടെ ദൈവം കൃത്യമായിട്ട് നമ്മളെ സഹായിക്കാൻ കടന്നു വരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട. ദൈവം നിന്നെ നോക്കിക്കോളും. നിൻ്റെ വഴികളെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ഉദ്യമങ്ങളെയും നിൻ്റെ ജോലിയെയും നിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം കാത്തുകൊള്ളും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ, കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുക. നിൻ്റെ വാക്കുകൊണ്ടും നിൻ്റെ പ്രവൃത്തി കൊണ്ടും നിൻ്റെ ജീവിതം കൊണ്ടും നിൻ്റെ കുടുംബത്തിലെങ്കിലും ക്രിസ്തുവിനെ നീ കാണിച്ചു കൊടുക്കുക. അവിടെ നിന്നെ നോക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തിരിച്ചറിയാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവനാണോ നീ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട. കാരണം നമ്മുടെ ബലം എന്തിനും പോകുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ക്രിസ്തു എന്നെ സംരക്ഷിക്കാൻ കടന്നു വരും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യം, വിഷമങ്ങൾ ഉണ്ടാകില്ല എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷമങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷേ അവനെ സംരക്ഷിക്കാൻ കർത്താവ് കടന്നു വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നാൽ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യത്തിനൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹയുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെ സേവനത്തിന് പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രേഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കരമണയ്ക്കാനപ്പവും കരതലത്തിൽ വീഞ്ഞുമായി വരികയായി നീ സുതരിതാ ചൊരിയുമോ വരമാലിനി സകല നന്മദായക അഖില ലോകനായക മഹിത പാദേ ചേർന്നു നിൻ മഹിമ പാടിടാ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധനായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിലെ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. 10ാം ക്ലാസ്സിൽ പ്ലസ് 2 പഠിക്കുന്ന മക്കൾ, OET IELTS SPSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, ബിസിനസ് തകർന്നു പോയവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ, ആരോരും കൂടെയില്ലാത്തവർ, ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തനുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്ത്രീയിലുള്ള സത്യവും പിതാവിനോട് കൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് കാത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായ ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അതിന്യായ വിധവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. യെരൂശലേമിലെ വന്മലമേൽ ഓരുകിലിന്നെ ആരേറ്റി വരവാഹകനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഓശാന ഓശാന ദാവീദാത്മജനോശാന. സൈത്തിൻ കുമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലോശാന ദാവീദാത്മജനോശാന. ഓശാന ഓശാന ദാവീദാത്മജനോശാന. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഈശോനാഥൻ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ നമ്മൾ സമീപിക്കുകയാണ്. നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ
കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപ അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ, ഈ അൾത്താരേ, ഈ തിരുവോസ്തി നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ, ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോടു കാട്ടിയോരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ, ഇന്നും തുടിക്കും നീ കൂദാശയിൽ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ്റെ പാപങ്ങളെ ഓർത്ത് എന്നെ വിധിക്കല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കരുണ തോന്നണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ മോഹത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം വരുകയും ചെയ്തു. അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാഗ്രപൂർവ്വം ഈ രഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്തു. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും നമ്മുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സുസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിയും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.